ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാൽക്കണി മേക്ക് ഓവർ വീഡിയോ ആണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ബാൽക്കണി ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന്. പക്ഷേ സമ്മർ അല്ലായിരുന്നു, വിൻ്റർ ആകുമ്പോഴത്തേന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാ വിൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഇവിടെ. ഇനിയും ക്ലൈമറ്റ് വീണ്ടും തണുപ്പ് കൂടും ഡിസംബറൊക്കെ ആകുമ്പം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഞങ്ങളുടെ ബാൽക്കണി എങ്ങനെ മേക്ക് ഓവർ ചെയ്തു എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബാൽക്കണി ഒന്ന് കാണാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബാൽക്കണി തന്നെയാണ്, തീരെ ചെറിയ ബാൽക്കണി അല്ല, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു കോർണറിലാണ് ഞങ്ങളുടെ ഒരു സ്റ്റോർ റൂമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഡംപ് ചെയ്യുന്ന ഈ ഒരു കോർണറാണ്. കാരണം ഈ ഒരു കോർണർ കാണത്തില്ല, നമ്മൾ ബാൽക്കണിയിലോട്ട് ഇറങ്ങിയാലേ കാണത്തുള്ളൂ. നമ്മൾ ബെഡ്റൂമിനുള്ളിൽ നിന്ന് ഈ ഒരു കോർണർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയാണ് ഫുൾ സാധനങ്ങൾ, ഞങ്ങളുടെ പോട്ടിങ് സോയിൽ, ഞങ്ങളുടെ ചട്ടി, അങ്ങനെ എന്ത് വേണ്ട എല്ലാ വീട്ടിലെ കാണാൻ താല്പര്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഇവിടെ സ്റ്റോർ റൂം ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടോട്ടാണ് ഡംപ് ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു വോളാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും ഒക്കെ കാണുന്ന ഒരു വോള്. അപ്പോൾ ഈ ഒരു വോളാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഡെക്കോർ ചെയ്യാൻ പോകുന്നത്, ഒരു മേക്ക് ഓവർ കൊടുക്കാൻ പോകുന്നത്. മറ്റേ വോളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല, കാരണം അത് കാണുന്നില്ല. പിന്നെ നമ്മുടെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനം സ്റ്റോർ ചെയ്യാനും ഒക്കെ നമുക്ക് ഭാവിയിൽ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഈ ബാൽക്കണിയിലാണ് കേട്ടോ ഞങ്ങളുടെ AC-യുടെ കംപ്രസറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് പോർഷൻ മേളിലോട്ട് ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ ഇത് മേളിലോട്ട് നമുക്ക് കാണത്തുമില്ല അകത്തുനിന്ന്, അതുകൊണ്ട് അവിടോട്ടൊന്നും ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിന് താഴെയായിട്ടാണ് എന്തെങ്കിലും മേക്ക് ഓവറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണി ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യാം. അതാണല്ലോ ഏത് മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്ക് സ്പേസ് നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് മാറ്റാം. അപ്പോൾ ഞങ്ങൾ സിമ്പിളായിട്ടാണ് ബാൽക്കണി മേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ട് ഈ ഒരു സ്പേസ് കൺസ്യൂം ചെയ്യുന്നതായിട്ടൊന്നും ഞങ്ങൾ ഫർണിച്ചറോ അങ്ങനെ ഒന്നും ഇടുന്നൊന്നുമില്ല. കാരണം മോനുമായിട്ട് വൈകുന്നേരം ഇപ്പം നല്ല ക്ലൈമറ്റുമാണ്, ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം വന്നൊന്ന് ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഇരിക്കാനും ഒക്കെ ആയിട്ട്, അതുകൊണ്ട് കുറച്ച് സ്പേസ് ഇട്ട് തന്നെയാണ് മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതാ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, വാക്യൂമൊക്കെ ചെയ്തു, എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാൽക്കണി. ഇനി ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബാൽക്കണിയിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ, അതിൻ്റെ മാറ്റോ കാർപ്പറ്റ് എന്താ അതിന് പറയുന്നതെന്ന് അറിയത്തില്ല എനിക്ക്. അപ്പോൾ അത് ഞങ്ങൾ മേടിച്ചു. അപ്പോൾ അത് ആദ്യം തന്നെ അതിൻ്റെ അളവെല്ലാം എടുത്തിട്ട് അത് ഞങ്ങൾ കറക്റ്റ് അതിൻ്റെ സൈസിൽ കട്ട് ചെയ്യാനൊക്കെ പോകണം. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഡ്രാഗൺ മാർട്ട്, ഇവിടെ UAE ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു മോളിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഈ ഒരു കാർപ്പറ്റ് മേടിച്ചത്. അപ്പം ഞങ്ങളുടെ സൈസിനനുസരിച്ച് മേടിച്ചുകൊണ്ട് വന്നു. എന്നാലും നമ്മൾ വീതിയോടല്ലേ കിട്ടത്തുള്ളൂ, അത് നമ്മൾ കട്ട് ചെയ്ത് വീതി കുറച്ച് ഞങ്ങളപ്പം മെഷർ ചെയ്തൊക്കെ നോക്കി ഇപ്പോൾ ബാൽക്കണിയിലോട്ട് തന്നെ കൊണ്ടുവച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതലും ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തത് കേട്ടോ. നമുക്ക് വേറെ പണിയും ഉണ്ടല്ലോ, വീട്ടിലെ കാര്യങ്ങളും പിന്നെ മോനെ കഴിപ്പിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ UAE മുറ്റം എന്ന് പറയുന്നത് ഈ ബാൽക്കണിയാണല്ലോ. നമുക്കിവിടെ അല്ലാതെ പുറമെ മുറ്റോ അങ്ങനെ ഒന്നുമില്ലല്ലോ. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ല വെയിറ്റ് ആണ്, ഞാനിവിടെ പിടിച്ച് കട്ട് ചെയ്യാൻ എളുപ്പത്തിനൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തു. കാരണം ബാൽക്കണി ഇരുന്ന് ചെയ്തുകൊണ്ട് തന്നെ സ്പേസ് കുറവുണ്ടായിരുന്നു. വീടിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ മോന് ഇങ്ങനെ എല്ലാത്തിനും ഇടയ്ക്ക് കയറുന്നതുകൊണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത കാർപ്പറ്റ് വിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു പണിയായിരുന്നു ഇത്. ഒരു കുറേ നേരം എടുത്തു. നിങ്ങൾ ടൈം ലാപ്സിൽ കണ്ടോണ്ട് ഒത്തിരി സമയം എടുത്ത പോലെ തോന്നത്തില്ല. അപ്പം എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. ഇനി നമ്മൾ കറക്റ്റ് നമ്മൾ ബാൽക്കണിയുടെ സൈസ് വെച്ചിട്ട് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുവാണ്. ഈ ഒരു കോർണറിൽ നിങ്ങൾക്ക് കാണാം, അങ്ങനെ നമ്മളൊരു സ്റ്റെപ്പ് പോലെ അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സൈസിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുവാണ്. അപ്പോൾ കാർപ്പറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞു കറക്റ്റായിട്ട്. അപ്പോൾ ഇത് തന്നെ നല്ലൊരു ചേഞ്ച് ആയിരുന്നു കേട്ടോ. നമ്മൾ ഉള്ളിൽ നിന്ന് ഈ ബാൽക്കണിയിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു പച്ചപ്പും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി നമ്മൾ ഈ ഒരു വോള് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കിച്ചണിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും ഒക്കെ കാണുന്ന ഒരു വോളാണ്. അപ്പോൾ ഈ ഒരു വോളാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വോളിൽ ഞങ്ങൾ ഗ്രീൻ വോള് പോലെ
നമുക്ക് ഇവിടെ 1 to 10 ഷോപ്പിലൊക്കെ ഇതുപോലെ ഒരു പീസസ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ഗ്രീൻ വോൾ പോലെ. ഇത് ഒറിജിനൽ അല്ല, ഫേക്ക് ആയിട്ട് ആർട്ടിഫിഷ്യൽ. അപ്പോൾ ഇതിന് 1 to 10 ദിർഹംസിലൊക്കെ കിട്ടും കേട്ടോ. 6 or 7 ദിർഹംസ് എന്തോ ആണ്. അപ്പം അത് ഞങ്ങളൊരു 4-5 ഷീറ്റ് മേടിച്ചു. എന്നിട്ട് അത് ഞങ്ങൾ ഇവിടെ ഹാങ് ചെയ്യാൻ പോവാണ്, ഒരു ഗ്രീൻ വോൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഈ ഒരു വോളിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ആണി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഹാങ് ചെയ്യുന്നത്. ഡ്രില്ലിങ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്യാം. പിന്നെ നമുക്കിത് നാട്ടിലാണെങ്കിൽ ആമസോണിലൊക്കെ ഓൺലൈനിൽ കിട്ടും കേട്ടോ, ഇതുപോലത്തെ ഷീറ്റ്. നമുക്ക് ഗ്രീൻ വോൾ പോലത്തെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇങ്ങനത്തെ ഷീറ്റ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വോൾ ഫുള്ള് ഈ ഷീറ്റ് നമുക്ക് ഹാങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു വോള് ഫുള്ള് ഈ ഒരു ഗ്രീൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആ ഒരു ഷീറ്റ് നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് ചെയ്യുന്നില്ല, താഴെ നമ്മൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അത് അവിടെ കവറായിക്കോളും. അപ്പോൾ ഈ ഒരു ആണി വെച്ചിട്ടാണ് നമ്മളിത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ഈ ഒരു ഗ്രാസ് വെച്ചിട്ട് തന്നെ നമുക്ക് മറയ്ക്കാം. പിന്നെ മേളിലോട്ട് ചെയ്തിട്ടില്ല, കാരണം അത് നമുക്ക് കാണത്തില്ല, അകത്തു നിന്നൊന്നും റൂമിൽ നിന്നൊന്നും കാണത്തില്ല. പിന്നെ അവിടെ കംപ്രസറും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കവർ ചെയ്തില്ല. പിന്നെ ഇത് ഈ കംപ്രസറിൻ്റെ ഒരു എന്തോ കാര്യമാണ്, എനിക്കറിയില്ല. അപ്പം അത് ഞാൻ ജസ്റ്റ് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഹാങ്. ഇതും ആർട്ടിഫിഷ്യലാണ് കേട്ടോ, ഫേക്കാണ്. അപ്പോൾ അത് ഞാൻ ചുമ്മാ ജസ്റ്റ് അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാനൊന്ന് വെക്കുവാണ്. പിന്നെ ഞാൻ പെയിൻറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ ബാൽക്കണിയിൽ, കാരണം അതിൻ്റെ ഒന്നും ആവശ്യം. ഇതൊക്കെ വെച്ചപ്പോൾ തന്നെ നല്ല ചേഞ്ചായി. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും ഒന്നും വേണ്ടാന്ന് കരുതി. ഇനി നമ്മൾ ഈ ഒരു ഗ്രീൻ വോളിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഇതിൽ ഞാൻ ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെക്കുവാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഫ്ലവർ വേസ് വെച്ചിരുന്ന ചെടിയാണ് കേട്ടോ, പൂക്കളാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിത് പ്ലക്ക് ചെയ്തിട്ട് ഇതാണ് ഗ്രാസിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിലോട്ട് ഉള്ളിലോട്ട് ഒട്ടിച്ച് വെക്കുവാണ്. ഈ 2 കളേഴ്സാണ് ഞാൻ എടുത്തത്, ഒരു പർപ്പിൾ കളറും വൈറ്റ് കളറും. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലൊരു വള്ളി വെച്ചിട്ട്, ഇതും ആർട്ടിഫിഷ്യലാണ്, അതൊന്ന് ജസ്റ്റ് ചുറ്റിച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ വോളിൽ പൂക്കളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വോള്, ഈ ഒരു വോളിൽ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഈ ഒരു വോള് നമുക്ക് ഉള്ളിൽ നിന്നൊന്നും കാണത്തില്ല. അപ്പോൾ അവിടെ ഞാനൊരു ജസ്റ്റ് എൻ്റെ വീടിനുള്ളിലുണ്ടായിരുന്ന ഒരു ക്യാൻവാസ് ആർട്ട് ഞാൻ ഇവിടോട്ട് ഹാങ് ചെയ്യുവാണ്. വേറെ പ്രത്യേകിച്ച് ഈ വോളിലൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയും ഉണ്ട് ഒരു കംപ്രസറിൻ്റെ ഇതേപോലെ പാർട്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലൊരു ഹാങ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു ജൂട്ടിൻ്റെ ഇത് കുറേ നാളായിട്ട് എൻ്റെ ഉള്ളതാണ് വീട്ടിൽ. എനിക്ക് തോന്നുന്നു ഇതും പണ്ടങ്ങാണ്ട് ഡ്രാഗൺ മാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചാണ്, ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഞങ്ങളുടെ ഇംഗ്ലീഷ് ഐവി ചെടി വെച്ചിട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതിനുള്ളിൽ ഇംഗ്ലീഷ് ഐവിയൊക്കെ കുഞ്ഞൊരു പോട്ടാണ്. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ ഇരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് ഫുള്ള് കവർ ആവുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇത് ബാൽക്കണി വെക്കുന്നത് കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ചെടിക്ക് ചെറിയ നമുക്ക് കാണാമല്ലോ, എന്നും ചെടി ഞാൻ വാച്ച് ചെയ്തോളാം. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ ചെടിക്ക് കരിയുന്നതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ ഈ ചെടി അകത്ത് തന്നെ കൊണ്ടുവെക്കും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഗ്രീൻ വോളിൽ ഞാൻ ഒരു ബുദ്ധയുടെ ഒരു ഹെഡ്, ഒരു സ്റ്റാച്ചു വെക്കുവാണ്. ഇത് ഞാനിവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. 15 ദിർഹംസിന്. നല്ല വെയിറ്റ് ആണ് കേട്ടോ, നല്ല ഐറ്റമാണ്, നല്ലൊരു എന്താ പറയുന്ന ഒരു ആൻറ്റീക് കളക്ഷനാണ്. ഒരു സ്പാ ഒക്കെ ചെയ്യാൻ പോകുമ്പം അവിടെയൊക്കെ കാണുന്നൊരു മൂഡ് വരാനായിട്ട് വെച്ചതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല വെയിറ്റും ഉണ്ട്. 15 ദിർഹംസിന്. ഇറ്റ് വാസ് എ സ്റ്റീൽ. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കല്ലുകൾ ഇടുകയാണ്. ഇതുപോലെ ഗ്യാപ്പ് ഉള്ളിടത്തും 2 സൈഡും ഒരു ബോർഡർ പോലെ ബാൽക്കണിയുടെ ചുറ്റും ഇതുപോലെ ഞങ്ങൾ കല്ലുകൾ ഇടുകയാണ്. അപ്പം ഞങ്ങൾ ഒരബദ്ധം പറ്റി, ശരിക്കും പറഞ്ഞാൽ ചെടി വെച്ചിട്ട് കല്ലുകൾ ഇട്ടാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ കുഴപ്പമില്ല, തെറ്റുകളിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം കല്ലുകൾ വെച്ചിട്ട് പിന്നെ ചെടി വെച്ചപ്പോൾ പിന്നെ കല്ലിച്ചിരി മാറ്റി ചെടിക്ക് ബോർഡർ പോലെ കൊടുത്തു. അപ്പം അങ്ങനെ കല്ലുകൾ ഇടുകയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെടി വെച്ചിട്ട് കല്ലുകൾ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ കല്ലുകളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് ചെടികൾ വെക്കുവാണ്.
അപ്പം ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന ചെടികളാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ 2-3 ദിവസം കൊണ്ടാണ് കേട്ടോ ബാൽക്കണി മേക്ക് ഓവർ ചെയ്തത്, ഒറ്റ ദിവസം കൊണ്ടല്ല. ഇതിപ്പോൾ വേറൊരു ദിവസമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ചെടി വെച്ചപ്പം കല്ലുകളൊക്കെ വീണ്ടും മാറ്റി ചെടികൾക്ക് ഒരു ബോർഡർ പോലെ കൊടുത്തു. അപ്പം ആദ്യം ചെടികൾ വെച്ചിട്ട് കല്ലുകൾ കൊടുക്കുന്നതായിരുന്നു നല്ലത്. പക്ഷെ കുഴപ്പമില്ല, വലിയ പണിയൊന്നും അല്ലല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെക്കുവാണ് ബാൽക്കണിയിൽ. എൻ്റെ കളക്ഷനിലുള്ള ഏറ്റവും വലിയൊരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതും വെച്ചു. അതിനുമൊക്കെ ബോർഡറായിട്ട് നമ്മൾ കല്ലുകൾ വെക്കുന്നുണ്ട്. ഈ കല്ലുകളൊക്കെ എത്ര നാൾ ഇവിടെ ബാൽക്കണി കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനിപ്പോഴേ ഞങ്ങളിവിടെ ചെയ്യുമ്പോൾ മറ്റേ അറ്റത്ത് മോന് കല്ല് പെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് ക്രിസ്മസ് ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ബാൽക്കണിയിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുവാണ്. അപ്പം ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അതുകൊണ്ട് പിന്നെ രാത്രി ആകുമ്പം ഇരുട്ടുമ്പം ലൈറ്റ്സൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ആ ലൈറ്റ്സും ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ഒരു ചെയറും ഒരു സൈഡ് ടേബിളും കൂടെ വെക്കുവാണ്, ഒരു ചെറിയ ചെയറും. അപ്പോൾ ഞാൻ ഒരു ചെയറേ ഇടുന്നുള്ളൂ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കൂടുതലും സ്പേസ് കൺസ്യൂം ചെയ്യാതെ ഇരിക്കാനാണ് മാക്സിമം നോക്കിയത്, നമുക്ക് ഇറങ്ങി നിൽക്കാനും കുറച്ച് നേരം മോൻ്റെ കൂടെ ഒക്കെ ഇരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ചെയറേ ഇടുന്നുള്ളൂ. അപ്പം മേക്ക് ഓവറൊക്കെ കഴിഞ്ഞു. നമുക്കിനി ആഫ്റ്റർ കണ്ടാലോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മേക്ക് ഓവർ. അപ്പം നിങ്ങളും കമൻസിലൂടെ പറയുക. അപ്പോൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ബാൽക്കണി മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളിപ്പോൾ കുറേ നേരം ബാൽക്കണിയിൽ ഇപ്പം അതിനുശേഷം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയ സമയം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞങ്ങൾ നല്ല എഫോർട്ട് എടുത്താണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you all for watching my video. Please like, share and subscribe to my YouTube channel. See you all. Bye.